നമസ്കാരം. വയനാട് മേപ്പാടി കള്ളാടി തുരങ്കപാത നിർമ്മാണ സ്ഥലത്തുണ്ടായ വൻ മണ്ണിടിച്ചിലിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെട്ടതിന്റെ ആശ്വാസത്തിലാണ് എസ്റ്റേറ്റ് തൊഴിലാളികളായ കൂടമ്മാളും ഭർത്താവ് ബാലകുമാറും. ബാങ്കിൽ പോകാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനുമായി മേപ്പാടിയിലേക്ക് പോകാൻ മീനാക്ഷി പാലത്തിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുകയായിരുന്നു ഇരുവരും. പെട്ടെന്നാണ് മുകളിൽ നിന്ന് മണ്ണും ചെളിയും കുത്തിയൊഴുകി വരുന്നത് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഉരുൾപൊട്ടി വരുന്നത് കണ്ട ഉടനെ ഇരുവരും ജീവനും കൊണ്ട് ഓടുകയായിരുന്നു. ഓടുന്നതിനിടയിൽ താഴെ വീണ കൂടമ്മാൾ പിന്നീട് കണ്ണു തുറക്കുമ്പോൾ ഒരു ലോറിയുടെ അടിയിലായിരുന്നു. തലനാരിഴയ്ക്കാണ് തങ്ങൾ രക്ഷപ്പെട്ടതെന്നും ദൈവഭാഗ്യം ഒന്നുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നും ഈ ദമ്പതികൾ സാക്ഷ്യപ്പെടുത്തുന്നു. അപകടം നടക്കുന്ന സമയത്ത് ബസ് സ്റ്റോപ്പിൽ മറ്റാരും ഉണ്ടായിരുന്നില്ല എന്നും എന്നാൽ തുരങ്ക നിർമ്മാണ തൊഴിലാളികൾ ഇവിടെ ഉണ്ടായിരുന്നുവെന്നും ഇവർ പറയുന്നു. തങ്ങളുടെ വീടിനടുത്ത് വലിയ തോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുന്നത് വലിയ പേടിയുണ്ടാക്കുന്നുണ്ടെന്നും ഈ വിഷയം നേരത്തെ തന്നെ അധികൃതരെ അറിയിച്ചിരുന്നതായും ദമ്പതികൾ വെളിപ്പെടുത്തി. ഉരുൾപൊട്ടി ഓടി വരുന്നത് കണ്ട് ഞങ്ങൾ അവിടെ നോടി ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയായിരുന്നു. പണിയെടുക്കുന്ന കുറേ ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. ഞങ്ങൾ എസ്റ്റേറ്റിൽ പണിയെടുക്കുന്നവരാണ്. അവിടെ ഉണ്ടായിരുന്നവർ തുരങ്ക നിർമ്മാണ തൊഴിലാളികളാണ്. മേപ്പാടിക്ക് പോകാൻ വന്നതാണ്. ഞങ്ങൾ മുകളിലേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. മണ്ണ് വരുന്നത് കണ്ടപ്പോഴേ ഞങ്ങൾ ഓടി. ദൈവഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇന്നലെ എന്നും ലീവായിരുന്നു. ബാങ്കിൽ പോകാനും കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഇറങ്ങിയതാണ്. ഞങ്ങളുടെ വീടിനടുത്ത് മണ്ണ് കൂട്ടിയിട്ടിട്ടുണ്ട്. പേടിയുണ്ടായിരുന്നു. ആ മണ്ണ് ഇപ്പോഴും കൂട്ടിയിട്ടിരിക്കുകയാണ്. അധികൃതരെ ഇതൊക്കെ അറിയിച്ചിരുന്നു എന്നാണ് ഇരുവരും പറയുന്നത്. ദുരന്തത്തിന് നടക്കുന്ന CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മണ്ണും ചെളിയും വൻതോതിൽ കുത്തിയൊഴുകി വരുന്നതും ഇതിനിടയിൽ കൂടമ്മാളും ബാലകുമാറും ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതുമൊക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. കുന്നിടിഞ്ഞ് ടാങ്കർ ലോറി ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ മണ്ണിനൊപ്പം കുതിച്ചെത്തുന്നതും ആളുകൾ മണ്ണിനടിയിൽ പെടുന്നതുമായ ഭീകരമായ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. മണ്ണിടിച്ചിലിന്റെ ശബ്ദം കേട്ട് നോക്കാനിറങ്ങിയ ആളുകൾ പിന്നീട് പ്രാണരക്ഷാർത്ഥം തിരിഞ്ഞോടുകയായിരുന്നു. പാലത്തിലുണ്ടായിരുന്ന ഒരു ടാങ്കർ ലോറി പിന്നോട്ടെടുക്കാൻ ശ്രമിച്ചെങ്കിലും നിമിഷങ്ങൾക്കകം മണ്ണും ചെളിയും ഇരച്ചെത്തി ലോറിയെ മീറ്ററുകളോളം ഒഴുകിക്കൊണ്ടുപോയി. ഈ ടാങ്കർ ലോറിക്കടിയിൽപ്പെട്ട രണ്ടുപേർ അത്ഭുതകരമായി രക്ഷപ്പെടുന്നത് ദൃശ്യങ്ങളുണ്ട്. തൊഴിലാളികളെ കൊണ്ടുവരുന്ന ബസ്സും ഒരു വീടുമൊക്കെ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. തുരങ്കപാതയ്ക്കായി നിർമ്മിച്ച വലിയ കോൺക്രീറ്റ് ഭിത്തിയും മണ്ണിടിച്ചിലിന്റെ ആഘാതത്തിൽ തകർന്നു വീണു കഴിഞ്ഞു. അതേസമയം കള്ളാടിയിലുണ്ടായ ഈ ദുരന്തത്തിൽ ഇതിനോടകം തന്നെ 5 പേർ മരണപ്പെട്ടിട്ടുണ്ട്. ഇതാണ് ഔദ്യോഗിക വിവരം. നിരവധി പേർ ഇപ്പോഴും മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട്. അപകടത്തിൽപ്പെട്ട 9 പേരെ രക്ഷപ്പെടുത്തി നിലവിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഹിരാകുമാർ, ദിലീപ്, സൂരജ് യാദവ്, സഞ്ജയ് ഠാക്കൂർ, രജനീഷ്, തന്മയ് ഘോഷ്, കൂപ്പമാൽ, കുഞ്ചു എന്നിവർക്ക് പുറമെ പരിക്കേറ്റ മേപ്പാടി SI സന്തോഷ് കുമാറും ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദേശത്ത് കനത്ത മഴ തുടരുന്നുണ്ട്. രക്ഷാപ്രവർത്തനത്തിന് ഇത് വലിയ വെല്ലുവിളി ഉയർത്തുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 265 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ് ഇവിടെ രേഖപ്പെടുത്തിയത്. ചൂരൽമല പുഴയിൽ ഒഴുക്ക് ക്രമാതീതമായി വർദ്ധിക്കുന്നുണ്ട്. ദുരിതബാധിതരെ മാറ്റുന്നതിനായി കള്ളാടി ചുളിക്ക ഗവൺമെന്റ് LP സ്കൂളിൽ ദുരിതാശ്വാസ ക്യാമ്പ് തുറന്നു. വയനാട്, കോഴിക്കോട് ജില്ലകളിൽ നിലവിൽ റെഡ് അലേർട്ട് ഉണ്ട്. നാളെ വയനാട് ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും മരണനിരക്ക് എത്ര കൂടുമെന്നറിയില്ല. നിരവധി ആളുകൾ മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് ലഭ്യമാകുന്ന വിവരങ്ങൾ.